ഞാൻ പ്രത്യക്ഷപ്പെട്ടെങ്കിലും ഇവർ പലരും വിശ്വസിച്ചില്ല. അതുകൊണ്ട് ഈശോ എന്ത് ചെയ്ത് എല്ലാവരും കൂടിയിരിക്കെ പ്രത്യക്ഷപ്പെട്ട് എന്നിട്ട് ഒറ്റക്കാര്യം പറഞ്ഞു. മർക്കൂസിന് 16-ാം അധ്യായമാണ്, 14-15 വാക്യങ്ങളാണ്. പിന്നീട് അവർ 11 പേർ 11 പേര് ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം തന്നെ കണ്ടവരാരൊക്കെയാണ്? മേരി മാഗ്ദലിൻ, പിന്നെ ആരാണ്? എമ്മാവുസിലെ ശിഷ്യന്മാർ. ഇവരാരും അണ്ണന്മാർ വിശ്വസിച്ചിട്ടില്ല. വിശ്വസിക്കാത്ത നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെ ഹൃദയകാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. അവൻ അവരോട് പറഞ്ഞു. അതേ ജസ്റ്റ് നേരെ ഇങ്ങോട്ട് പറഞ്ഞണ്ടല്ലോ, ഒരു 1.5 വരാൻ വേണ്ടത്. എന്താണ്? ഉയർത്തെഴുന്നേൽപ്പിച്ചു, കർത്താവ് ഉയർത്തെഴുന്നേറ്റു, ഞങ്ങൾ കണ്ടു, ആനകൂനെന്നൊക്കെ പറഞ്ഞിട്ട് കഥയെന്ന് പറയണത്. മനസ്സിലായില്ലേ? ഉയർത്തെഴുന്നേറ്റ് പാസ്കൽ ലാമ്പ് ഉയർത്തി, ക്രിസ്തുവിൻ പ്രകാശം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കഥയൊന്നുമില്ല. എന്താണ് അതിനൊക്കെ കഥ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഉയർത്തെഴുന്നേൽപ്പിന് സാക്ഷ്യം വഹിക്കണമെന്ന്. അതെന്താ വായിക്കണം? വായിച്ച് അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി. അതേ കിടക്കണം. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. എൻ്റെ ദൈവത്തിലെ എന്ത് ഈസ്റ്റർ ഒക്ടേവാണെന്ന് പറഞ്ഞാലും ഭയങ്കരമായിട്ട് ഈസ്റ്റർ ഒക്ടേവിൽ നമ്മൾ അതിൻ്റെ വ്യത്യസ്തമായ സുവിശേഷങ്ങൾ കേട്ടാലും സുവിശേഷം കൈമാറുന്നില്ലെങ്കിൽ, ഇപ്പോൾ വത്തിക്കാൻ സുനോദോസ് കഴിഞ്ഞിട്ട് 50 വർഷം കഴിഞ്ഞു അല്ലേ? ഇപ്പോൾ സഭ സ്വഭാവത്തിൽ മിഷണറി ആണെന്നൊക്കെ പറയണത് വെച്ച് കഴിഞ്ഞാൽ ഓരോ അണ്ണന്മാരും ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഭാഗഭാഗത്തും കിട്ടാനാണ് ജ്ഞാനസ്നാനപ്പെടുന്നത്. അല്ല, നമുക്ക് നിത്യരക്ഷ കിട്ടണമെന്നൊരു സെക്കൻഡറി തിങ് ആയിരിക്കും ചിലപ്പോൾ അതിൻ്റെ അകത്ത്. ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ നമുക്ക് പങ്കാളിത്തം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത്. ആ ജ്ഞാനസ്നാനത്തിൻ്റെ പേരിൻ്റെ പ്രഥമ ഉത്തരവാദിത്വം എന്താ? ജ്ഞാനസ്നാനത്തിൻ്റെ പ്രഥമ ഉത്തരവാദിത്വം എന്താണ്? ക്രിസ്തുവിനെ കൈമാറുക എന്നുള്ളതാണ്. ക്രിസ്തുവിനെ കൈമാറാൻ. അപ്പം ഞാനും കർത്താവിൻ്റെ എൻ്റെ ജീവിതത്തിലൂടെ കൈമാറിക്കൊള്ളാം. അതുകൊണ്ടാണ് ഈ ജ്ഞാനസ്നാനം വെറുതെ വാഗ്ദാനം നടത്തണമെന്ന്. സഭയ്ക്ക് നല്ല ബോധമുണ്ട്. അതായത് കുഞ്ഞുങ്ങളെ ജ്ഞാനസ്നാനപ്പെടുത്തുന്നത് സഭയുടെ പാരമ്പര്യമാണെങ്കിലും മുതിർന്ന് കഴിയുമ്പോൾ അവർ സ്വന്തമായിട്ട് ജ്ഞാനസ്നാനം അവർ സ്വീകരിച്ച ജ്ഞാനസ്നാനത്തെ വെറുതെ വാഗ്ദാനം നടത്തി പുതുക്കണമെന്നുണ്ട്. അങ്ങനെ പുതുക്കണം എന്തിനു വേണ്ടിയാണ്? നമ്മൾ ജ്ഞാനസ്നാനം പുതുക്കേണ്ടത് ദൈവത്തെ